ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 98. പിന്നീട് മഹാദേവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെണ്ണിൻ്റെ കഴുത്ത് മെല്ലെ മുകളിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് അവളുടെ കുഴിച്ചുണ്ടിലേക്ക് അവൻ തൻ്റെ ചൊടികളെ ധൃതിയിലെത്തിച്ചു. പിന്നീട് അവൾ പോലും അറിയാത്തത്ര പതുക്കെ നുണഞ്ഞു തുടങ്ങി. മെല്ലെ വളരെ പതിയെ ആസ്വദിച്ചു തുടങ്ങിയതിൽ ഇതുവരെയും ഒരിക്കൽ പോലും അനുഭവിക്കാത്ത തരത്തിലുള്ള രസമുകുളങ്ങളെ അവൻ പൊടുന്നനെ അറിയാൻ തുടങ്ങി. മധുരം അമൃതം പോലെയുള്ളത് അവൻ വീണ്ടും നുണഞ്ഞു. ഇത്തവണ അതിന് കൽക്കണ്ടത്തുണ്ടിൻ്റെ സ്വാദായിരുന്നു. അവൻ വീണ്ടും വീണ്ടും നുണഞ്ഞു, അതും അല്പം വേഗത്തിൽ, ഇത്തിരി കൂടി ആവേശത്തോടെ. മത്ത് പിടിപ്പിക്കുന്ന ഒരുതരം പൂന്തേനിൻ്റെ രുചി അവനപ്പോൾ നാവിലറിഞ്ഞു. ഇത്തവണ വൈശാഖിയുടെ കുറുകലുകൾ അവൻ്റെ ചെവിയിൽ പതിഞ്ഞു തുടങ്ങിയതും മഹാദേവൻ്റെ നില ആകെ തെറ്റി. അവനിലെ ആവേശം കൂടി. ആ ഒരുവളെ ഇനിയും ഇനിയും അറിയുവാനുള്ള ത്വരയുണ്ടായി ദേവനിൽ. അതേസമയം അവൻ്റെ ചുംബനത്തിൽ തളർന്നു നിൽക്കുന്നവളുടെ എന്തൊക്കെയോ കത്തിപ്പടരുമെന്നുള്ള കാര്യം മഹാദേവൻ സത്യം പറഞ്ഞ് അറിഞ്ഞിരുന്നില്ല. അവർ ഇരുവരുടെയും കൊക്കുകൾ തമ്മിൽ ഏറ്റുമുട്ടി. വക്കുകൾ പൊട്ടിയിട്ടും നിർത്താൻ തയ്യാറാവാത്ത പോലെ അവ വീണ്ടും വീണ്ടും അതിലേർപ്പെട്ടു. ചുണ്ടുകളിൽ നിന്നും അവ ഉമിനീരിൽ കലരുവാൻ തുടങ്ങി. എന്നിട്ടും അവരതൊന്നും നിർത്തുവാൻ കൂട്ടാക്കിയില്ല. കൊണ്ടും കൊടുത്തും അവർ മുന്നേറി തുടങ്ങി. വൈശാഖിയുടെ ബണ്ണി ഹുഡിയോടൊപ്പം തന്നെ അവളുടെ ടീഷർട്ടും കൂടി ദേഹത്തു നിന്ന് അഴിഞ്ഞ് താഴെ തറയിലേക്ക് വീഴപ്പെട്ടു. ഏതോ ഒരു നിമിഷം നാഗങ്ങൾ ചുറ്റി വരിയുന്നത് പോലെ അവർ തമ്മിൽ ചുറ്റി വരിഞ്ഞു. വൈശാഖി പെരുവിരലിൽ ഉയർന്നു പൊങ്ങിപ്പോയി. പുറത്തെ തണുപ്പിലും ശരീരത്തിൻ്റെ താപനില കൂടിയതും മഹാദേവൻ പെട്ടെന്ന് അവളെ ഇടം കൈകൊണ്ട് പൊക്കിയെടുത്ത് തന്നിലേക്ക് അമർത്തി ചേർത്ത് പിടിച്ചു. എന്നിട്ട് ബെഡിനരയിലേക്ക് വേഗത്തിൽ നടന്നു. അവളോടൊപ്പം കട്ടിലിന് മുകളിലേക്ക് മറിയുമ്പോൾ ഒരു കൂടിച്ചേരലിന് വേണ്ടി അവൻ്റെ ഉള്ള അതിയായി കൊതിച്ചുപോയി എന്ന് വേണം പറയുവാൻ. അവൻ്റെ ശ്വാസമെടുപ്പ് ആയത്തിലായി. വൈശാഖി, അനുവാദം ചോദിക്കുന്നത് പോലെ അവൻ അവളെ വിളിച്ചുകൊണ്ട് പുണർന്നു. അവൾ മറുപടി പറഞ്ഞില്ല. പകരം തൻ്റെ ശരീരത്തിലേക്ക് അവൻ്റെ മുഖത്തിനെ ശക്തിയിൽ പൊതിഞ്ഞു വെച്ചു. അത് മതിയായിരുന്നു ദേവനും ആ ഒരുവളിലേക്ക് തന്നെ അമർത്തി വയ്ക്കുവാൻ. പൊടുന്നനെ ശരീരത്തിൽ നിന്നും വേർപെട്ട അവരുടെ ബാക്കിയുള്ള വസ്ത്രങ്ങൾ കട്ടിലിന് കീഴിലേക്ക് ചെന്ന് ചിതറി വീണുകൊണ്ടിരുന്നു. ഇരുവരുടെയും ശബ്ദങ്ങൾ 4 ഭിത്തിക്കുള്ളിൽ ഉയർന്നു കേൾക്കുവാനായി തുടങ്ങി. ഒടുവിൽ മഹാദേവൻ്റെ കിതപ്പുകൾ ഭയം ജനിപ്പിക്കുന്ന പുറത്തെ മഴയുടെ ഹുങ്കാര ശബ്ദത്തിൽ അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കരച്ചിലിനെ പുറത്തേക്ക് പോകുവാൻ സമ്മതിക്കാതെ വലം കൈപ്പത്തി കൊണ്ട് വായമുറുക്കെ അടച്ചു പിടിച്ചുകൊണ്ട് കടിച്ചു പിടിക്ക് കിടക്കുകയാണ് ചെയ്തത് വൈശാഖി. ഇരുളിൻ്റെ മറവിൽ അവൾ അവനിൽ നിന്നും തൻ്റെ കണ്ണുനീരിനെ ഭംഗിയായി മറച്ചു പിടിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കാരണം ആ ഒരുവനോടുള്ള പ്രണയം അവൾക്ക് മറ്റെന്തിനേക്കാട്ടിലും ഉപരിയായിരുന്നു. തന്നിലേക്ക് ഒഴുകുന്ന അവൻ്റെ പ്രണയത്തെ തൻ്റെ വേദനയുടെ പേരിൽ തടഞ്ഞു നിർത്തുവാൻ അവൾ ഒട്ടും താല്പര്യപ്പെട്ടില്ല. എല്ലാം കഴിഞ്ഞ് നെറുകയിൽ ഒരു ചുംബനം നൽകി അവളിൽ നിന്ന് മഹാദേവൻ അടർന്നു മാറിയതും വൈശു പൊടുന്നനെ തൻ്റെ വലങ്കൈ ചുണ്ടുകൾക്ക് മുകളിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നു. സോറി വൈശാഖി, പറ്റിപ്പോയടോ, നിനക്ക് നൊന്തോ? മലർന്നു കിടന്നുകൊണ്ട് അവളെ പെട്ടെന്ന് തൻ്റെ കൈക്കുഴയിലേക്ക് വലിച്ചു കയറ്റി കിടത്തുമ്പോൾ മഹാദേവൻ്റെ വിരലുകൾ ഒട്ടൊരു കുറ്റബോധത്തോടെ അവളുടെ ഉദരത്തെ തേടി ചെന്നിരുന്നു. തന്നെക്കാട്ടിലും ഒരുപാട് ഇളയതാണ് താൻ വേണം സൂക്ഷിക്കേണ്ടിയിരുന്നത്. ചെയ്തു പോയ പ്രവൃത്തി ഓർത്ത് അവന് സ്വയം പുച്ഛം തോന്നി. വേദനിച്ചില്ല. വിയർപ്പ് തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ നെഞ്ചിലേക്ക് കവിൾ ചേർത്ത് വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവനെ വരിഞ്ഞു മുറുക്കി ചുറ്റിപ്പിടിച്ചു പെണ്ണ്. സത്യം? ആയത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് ചെക്കൻ ആദിയോടെ വീണ്ടും ചോദിച്ചു. സത്യ, അവൾ വീണ്ടും പറഞ്ഞു. എന്തേലും ബുദ്ധിമുട്ടുണ്ടേ പറയണേടി. ആദ്യമായിട്ട് ഒരു പെണ്ണിനെ അറിയുന്നതിൻ്റെ അനുഭവക്കുറവുള്ളത് കൊണ്ട് അവനിൽ ആശങ്കയായിരുന്നു. തനിക്കിത്തിരി ആവേശം കൂടിപ്പോയോ ധൃതി കൂടിപ്പോയോ എന്ന് പോലും അവൻ ആ നേരം ചിന്തിച്ചു കൂട്ടി. ഇല്ല, ഞാൻ ഓക്കെയാണ്, അവൾ ആവർത്തിച്ച് പറഞ്ഞു. വേദനിപ്പിച്ചെങ്കിൽ സോറിയടി, പറ്റിപ്പോയതാ. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ പരിപാടിക്ക് പോയാൽ മതിയായിരുന്നു. ഒന്നുകൂടെ നമ്മൾ തമ്മിൽ അടുത്തിട്ട്. ഇതിപ്പോൾ നീ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്നെ പ്രലോഭിപ്പിച്ചും പോയി. മനുഷ്യനാണെ തണുത്തിട്ട് കൺട്രോളും പോയി. മഹാദേവൻ അതും പറഞ്ഞുകൊണ്ട് ചമ്മിയ പോലെ ചിരിച്ചപ്പോൾ അവൻ്റെ ആ ചമ്മിയ മുഖം കാണാൻ വൈശുവും ആ നേരം കൊതിച്ചുപോയി എന്നതാണ് സത്യം. അവൻ നൽകിയതൊക്കെ മറന്ന് അവളും ചിരിച്ചുപോയി, അതും ഉച്ചത്തിൽ തന്നെ.
അതേസമയം നമ്മുടെ വീടിന് പിറകിലെ കുളത്തിലെ മഞ്ഞച്ചേര പുതുതായി താമസത്തിനെത്തിയ ഒരു വരത്തഞ്ചേരിയുമായി ചിന്ന വീട് സെറ്റപ്പ് നടത്തുകയായിരുന്നെന്നുള്ള കാര്യം ഇവിടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഗൗരവക്കാരനായ, പിശുക്കനായ, ഈഗോയിസ്റ്റായ, പ്രണയം പോലും പ്രകടിപ്പിക്കുന്നതിൽ പിശുക്ക് കാട്ടുന്ന മംഗലത്ത് മഹാദേവന് ഇത്രക്കൊക്കെ കൺട്രോൾ ഉണ്ടായിരുന്നു എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഗുയിസ്. വളരെ മോശം, വളരെ മ്ലേച്ഛമായി പോയി. ഷേ, വേണ്ടായിരുന്നൊന്നും. ഇനി ആ പാവത്തിന് വല്ല വയ്യാഴികയോ ഉണ്ടോ ആവോ. രാവിലെ അടുക്കളയിൽ കയറി പ്രാതലിനുള്ളതുണ്ടാക്കുമ്പോഴും മഹാദേവൻ്റെ ചിന്ത ഇനി എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്ന വൈശാഖിയെക്കുറിച്ചായിരുന്നു. ഛേ, ഇത്രയും പെട്ടെന്ന് ആക്രാന്തം കാട്ടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇനി അവക്കെന്നോട് വല്ല ദേഷ്യവും തോന്നിയോ ആവോ. തലേരാത്രിയിലെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് വരുമ്പോൾ അവനിൽ കുറ്റബോധമായിരുന്നു. പെണ്ണിനോട് ഇതുവരെ ഒന്നും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല, അടുത്ത് പെരുമാറിയിട്ടില്ല. ഇതുവരെയായിട്ടും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ചോദിച്ചറിഞ്ഞിട്ടുമില്ല. പഠിക്കുന്ന കുട്ടിയാണ്, താൻ വേണമായിരുന്നു എല്ലാം നോക്കിയും കണ്ടും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അതെങ്ങനെയാ? അവൾ വന്ന് അങ്ങനെയൊക്കെ നിന്നപ്പോഴേക്കും സകലതും കയ്യിന്ന് പോയി. ചുട്ടുകൊണ്ടിരുന്ന ദോശയെല്ലാം എടുത്ത് ഹോട്ട് ബോക്സിനുള്ളിലേക്ക് വെച്ചിട്ട് അവൻ അടുക്കളവാതിൽ ചാരിയിട്ട് നേരെ മുറിയിലേക്ക് നടന്നു. മണി 10 കഴിഞ്ഞിട്ടും പെണ്ണിപ്പോഴും ബ്ലാങ്കറ്റും മൂടിപ്പുതച്ച് കിടന്നുറക്കാണ്. അത് പതിവില്ലാത്തതായതുകൊണ്ട് തന്നെ അവനിൽ വീണ്ടും ആശങ്കയുണ്ടാക്കി. അവൻ അവളുടെ നെറ്റിയുടെ മുകളിൽ കൈപ്പത്തി വെച്ചുകൊണ്ട് പനി വല്ലതും ഉണ്ടോ എന്ന് നോക്കി. ചെറിയൊരു ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാദേവൻ അവളെ മെല്ലെ തട്ടി വിളിച്ചു. വൈശാഖി മെല്ലെ ഒന്ന് മൂളി. അതല്ലാതെ കണ്ണുകൾ തുറന്ന് നോക്കുവാൻ പോലും താല്പര്യപ്പെട്ടില്ല. വൈശാഖി, അവൻ വീണ്ടും ആ പെണ്ണിനെ തട്ടി വിളിച്ചു. ഇത്തവണ എന്തുകൊണ്ടോ അവൾ കണ്ണുകൾ ചിമ്മിത്തുറന്ന് ചുറ്റിനും നോക്കി. സർ. 1-2 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സ്വബോധത്തിലെത്തിയവൾ തനിക്ക് മുൻപിലിരിക്കുന്ന മഹാദേവനെ കണ്ടിട്ടാവണം ഞെട്ടലോടെ ബെഡിന് മുകളിൽ എഴുന്നേറ്റിരിക്കാൻ നോക്കിയത്. പക്ഷേ എഴുന്നേൽക്കാൻ തുനിഞ്ഞവൾ അടുത്ത നിമിഷം തന്നെ ചമ്മലോടെ അതേപടി തിരികെ കിടന്നുകൊണ്ട് കഴുത്ത് വരെ പുതപ്പുകൊണ്ട് മൂടി. വൈശാഖി. അവൻ അവളുടെ ചമ്മലും നാണമൊക്കെ കണ്ടപ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നെങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവളെ വീണ്ടും വിളിച്ചു. കണ്ണുകൾ തുറക്കാൻ കൂട്ടാക്കാതെയാണ് അവൾ അവനെ മൂളി കേട്ടത്. നിനക്ക് വയ്യേ? അവനിൽ നിന്നും വന്ന ആദ്യ ചോദ്യം അതായിരുന്നു. കുഴപ്പമില്ല. വയറ്റിലും ഇടുക്കിലും ഒക്കെ വേദന ഉണ്ടെങ്കിലും വൈശാഖി അവനോട് കള്ളം പറഞ്ഞു. വൈശാഖി, ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ആദ്യോടെ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുന്നവൻ്റെ നേരെ വൈശാഖിയുടെ പ്രണയത്തോടെയുള്ള നോട്ടം നീണ്ടിയെന്നു. ചെറിയൊരു വയറുവേദനയുണ്ട്, അത്രേ ഉള്ളൂ. അവൾ മെല്ലെ പറഞ്ഞു. നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ? ഒട്ടും വയ്യെങ്കിൽ നമുക്ക് പോകാം. അവൻ വീണ്ടും പറഞ്ഞു. വേണ്ട സാർ, ഞാൻ ഓക്കെയാണ്. അവൾ ആണയിട്ടു. എങ്കിൽ വാ, എഴുന്നേറ്റ് വല്ലതും കഴിക്കാൻ നോക്ക്, എന്നിട്ട് കിടന്നോ. അവൻ അലിവോടെ ആ പാവം പെണ്ണിനെ നോക്കി. അവൾ കിടന്നുകൊണ്ട് തന്നെ തലയാട്ടി കാട്ടി. എണീക്കണില്ലേ? കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവൾ എഴുന്നേൽക്കാതെ അങ്ങനെ തന്നെ കിടക്കുന്നത് കണ്ടപ്പോഴാണ് മഹാദേവൻ ആ ചോദ്യം വീണ്ടും ചോദിച്ചത്. എണീറ്റോളാം, സാർ ഒന്ന് പോവോ? പുതപ്പ് കഴുത്തിൽ ചുറ്റിക്കൊണ്ട് പെണ്ണ് മുഖം ചെരിച്ചു. അപ്പോഴാണ് ദേവൻ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാത്തതിൻ്റെ കാരണം മനസ്സിലായത്. അതെന്താ വൈശാഖി, ഇന്നലെ ഇല്ലാതിരുന്ന നാണം പെട്ടെന്ന് ഇന്ന് ഇവിടുന്ന് വന്നത്? അവൻ്റെ ചുണ്ടിലും ഒരു കുഞ്ഞു പുഞ്ചിരി ഉണ്ടായിരുന്ന ആ നേരം വൈശാഖിക്ക് നാണം വന്നു. അവൾ വീണ്ടും കണ്ണുകൾ ഇറുക്കി പിടിച്ച് അടച്ചങ്ങനെ തന്നെ കിടന്നു. ഇനിയിപ്പം ഞാനിവിടെ നിന്നും പറഞ്ഞ് നീ എഴുന്നേക്കാതിരിക്കണ്ട. പൊയ്ക്കോ, എന്നിട്ട് വേഗം കഴിക്കാൻ വന്നേക്ക്. ഒരു ചിരിയോടെ മഹാദേവൻ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പോയതും വൈശാഖി പുതപ്പും ചുറ്റിപ്പിടിച്ചുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഇട്ടു മാറുവാനുള്ള തുണിയും എടുത്തുകൊണ്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറിപ്പോയി. കുളി കഴിഞ്ഞ് മുറിയിലേക്ക് തിരിച്ചു വന്നിട്ടും അവൾക്ക് മഹാദേവൻ്റെ അടുത്തേക്ക് പോകുവാൻ വല്ലാത്തൊരു ചമ്മൽ തോന്നിയിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരു നാണവും വെപ്രാളവും. അതുകൊണ്ട് കുറച്ച് നിമിഷങ്ങൾ പരുങ്ങി കളിച്ചുകൊണ്ട് അവൾ മുറിയിൽ തന്നെ നിന്നു. വൈശാഖി. സമയം കുറേ നേരം കഴിഞ്ഞു പോയിട്ടും അവളെ കാണാത്തത് കൊണ്ടാവാം മഹാദേവൻ മുറിയിലേക്ക് കയറി ചെന്നത്. വരുന്നു സാർ. അവൾ പെട്ടെന്ന് തന്നെ ദേവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. പക്ഷേ അടുത്തേക്ക് വന്നവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കുകയാണ് മഹാദേവൻ ചെയ്തത്. സാർ.
അവൻ എന്തിനാണിങ്ങനെ തന്നെ നോക്കുന്നതെന്നറിയാതെ വൈശാഖി പരിഭ്രമിച്ചു. വേനിക്കുന്നുണ്ടോ നിനക്ക്? പെണ്ണിൻ്റെ കവിളിലും കഴുത്തിലും ഒക്കെ തെളിഞ്ഞു കിടക്കുന്ന ചുവന്ന നിറത്തിലുള്ള പാടുകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. വൈശാഖിയെ ഒന്ന് കുളിര് കോരിയപ്പോൾ, വൈശാഖി സത്യം പറയേ. അവളിലേക്ക് ഒന്നും കൂടി അടുത്ത് നിന്നുകൊണ്ട് ദേവൻ വീണ്ടും തിരക്കി. ഇല്ല എന്ന രീതിയിൽ വൈശാഖി തലയാട്ടിക്കാട്ടി. സത്യം. അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചു നിർത്തിയവൻ. സത്യം. അവൻ്റെ നെഞ്ചിൽ നെറ്റിമുട്ടിച്ചു പെണ്ണ്. എന്തേലും ഉണ്ടേലും പറയണേടി. ഇടങ്ങേറ് പിടിച്ച പണിയാണ് ഇന്നലെ ഞാൻ നിന്നോട് ചെയ്തത്. ഒന്നും വേണ്ടായിരുന്നെന്നിപ്പോൾ തോന്നുവാ. അവൻ വൈശുവിൻ്റെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ. ഇനി ഉണ്ടാവേയില്ല. സാർ വെറുതെ അതോർത്ത് ടെൻഷൻ ആവണ്ട. അവൾ മെല്ലെ ഒരു ചിരിയോടെ പറഞ്ഞു. അതിന് നിനക്ക് വല്ല കുഴപ്പം പറ്റിയാൽ ഇപ്പം തന്നെ അറിയാൻ പറ്റുമോടി? അതിന് മിനിമം 2 മാസമെങ്കിലും വേണ്ടി വരുന്ന എൻ്റെ ഒരു അറിവ്. ഒരു കുഴപ്പവും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. ചെക്കൻ വളരെ ഗൗരവമായി താടിയിൽ കൈയൂന്നിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവളോട് പറഞ്ഞു. 2 മാസമോ? അവൻ പറഞ്ഞത് തലയിലേക്ക് കയറാഞ്ഞിട്ടാണ് വൈശു അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി മുകളിലേക്ക് നോക്കിയത്. അതെ, 2 മാസം. അത്രയും വേണ്ടേ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ? അവൻ പക്ഷേ വളരെ ഗൗരവത്തിലാണ് ചോദിച്ചത്. സാറ് ഇതെന്തൊക്കെയാ ഈ പറയണേ? നൂല് കോർക്കാനുള്ള ദ്വാരത്തിലൂടെ ഇത്രയും നേരം നിന്ന് തൂമ്പാക്കോല് കയറ്റാൻ നോക്കിയ വിരുദ്ധനെ കണ്ണം വീഴ്ച നോക്കി നിൽക്കാൻ മാത്രമേ വൈശാഖിയെ കൊണ്ടപ്പോൾ ആയുള്ളൂ. അവളിലെ നാണവും ചമ്മലും അവൻ്റെ ആ സംസാരം കേട്ട് ദേഷ്യം വിട്ടുപോയി എന്ന് പറയുന്ന ആവും ശരി. എൻ്റെ വൈശാഖി, ഞാൻ പറഞ്ഞതിൽ എന്താണിത്ര തെറ്റ്? ഈ സമയത്ത് പ്രഗ്നൻസി വല്ലതും നിനക്ക് വന്നാൽ അത് നിൻ്റെ പഠിപ്പിനെയല്ലേ ബാധിക്കുക? അത് മാത്രമാണോ? ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ എത്ര രൂപ വേണമെന്നാ? അവനിലെ പിശുക്കൻ പാതിയെ തലപൊക്കി വരുന്നത് കണ്ടതും വൈശാഖി തലയിൽ കൈവച്ച് നിന്നുപോയി. നീ ഇനി അതും ആലോചിച്ചോണ്ട് നിൽക്കണ്ട. വന്നു വല്ലതും കഴിക്കാൻ നോക്ക്. പെണ്ണിൻ്റെ തലയിൽ 2 കൊട്ടു കൊടുത്തിട്ട് മഹാദേവൻ നടന്നതും അവൻ്റെ പിന്നാലെ വൈശാഖി നടന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ ഒന്ന് തോർന്നു നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് മഹാദേവൻ പുറകിലത്തെ തങ്ങളുടെ പറമ്പിലേക്കൊന്ന് ഇറങ്ങാ എന്നോർത്ത് നടന്നത്. അവൻ്റെ പിന്നാലെ വൈശാഖി ഉണ്ടായിരുന്നു. കൊണ്ടുപോയ കുട്ടയ്ക്കുള്ളിൽ വിളഞ്ഞ കുറച്ച് പച്ചക്കറികളെല്ലാം പറിച്ചു വെച്ചതിന് ശേഷമാണ് വാഴത്തോപ്പിലേക്ക് അവർ കയറിയത്. മഴയത്ത് 1-2 വാഴത്തൈകൾ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ നോക്കി വന്നപ്പോഴാണ് പഴയ ഓർമ്മയിൽ വൈശാഖിക്ക് വാഴപ്പൂവിലെ തേൻ കുടിക്കണമെന്ന് തോന്നിയത്. ചാഞ്ഞു കിടക്കുന്ന ഒരു വാഴയുടെ കൂമ്പിൽ നിന്നും അവൾ കുറച്ച് പൂവ് പറിക്കുകയും ചെയ്തു. പൂവിലെ തേൻ ഉറിഞ്ചു കുടിക്കുന്നതിനിടയിലാണ് അതിൽ നിന്ന് ഒരു തുള്ളി പെണ്ണിൻ്റെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അടുത്ത് നിന്ന മഹാദേവൻ ശ്രദ്ധിച്ചത്. ഇങ്ങനാണോ ഇത് കുടിക്കേണ്ടത് എന്നും ചോദിച്ചുകൊണ്ട് അവളുടെ നേർക്ക് തിരിഞ്ഞ മഹാദേവൻ തേനിനോടൊപ്പം തന്നെ അവളുടെ കീഴ്ച്ചുണ്ടെന്നുണഞ്ഞിരുന്നു. പെണ്ണിൻ്റെ കയ്യിലിരുന്ന വാഴപ്പൂവ് മുഴുവനും നിലത്തേക്ക് വീണുപോയിരുന്നു ആ നേരം. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, ബാക്കി നമുക്ക് നാളെ കൊണ്ടുവരാവേ.